രജനി CP എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുമ്പോൾ അപ്പോൾ ഒരു തടസ്സം വരും. ഒന്നുകിൽ അതിന് കാലതാമസം നേരിടുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വേറെ എന്തെങ്കിലും കോളുകൾ വരിക, അപ്പോൾ ആ ഒരു യാത്ര മുടങ്ങി പോകുക, അങ്ങനെയുള്ള തടസ്സങ്ങൾ. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. പൊതുവെ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഗണപതിനെയാണ് പ്രീതിപ്പെടുത്തുക. വിഘ്നേശ്വരൻ എന്നാണ് പേര് തന്നെ. അപ്പോൾ വിഘ്നങ്ങളെയൊക്കെ, അതായത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതെല്ലാം ഗണപതി മാറ്റിത്തരും ഗണപതിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ. അതാണ് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഗണപതി ഹോമം, ഗണപതി പൂജ, ഗണപതി നേദ്യം, അല്ലെങ്കിൽ നാളികേരം ഉടക്കില്, ഇതൊക്കെ ചെയ്യുന്നത്. അതിന് പുറകിലുള്ള ഒരു കഥയെ കുറിച്ചിട്ട് ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഗണപതിക്ക് ആനയുടെ ശിരസ് വന്ന ഒരു കഥ. അപ്പോൾ പാർവതി ദേവി എല്ലാവരുടെ അടുത്തും ചോദിച്ച് വാങ്ങിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. എന്തൊക്കെ ശുഭകാര്യങ്ങൾ ആര് നടത്തുന്നുണ്ടെങ്കിലും ആദ്യം ഗണപതിക്കായിരിക്കണം പൂജ ചെയ്യേണ്ടതെന്നുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിത്തരാനായിട്ട് ആണ് ഈ ഗണപതിയെ ആദ്യം പ്രീതിപ്പെടുത്തണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പൂജകളൊക്കെ ചെയ്യാം, ഗണപതിക്ക് വേണ്ട നേദ്യങ്ങൾ, അല്ലെങ്കിൽ ഗണപതി പൂജ, ഗണപതി ഹോമം, ഇതൊക്കെ നടത്താം. ഇനി ഇതൊന്നും നടത്താനായിട്ട് സാധിക്കാത്തവർക്ക് ഒരു നാളികേരം ഉടയ്ക്കുക, നാളികേരം എറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം തുടങ്ങുക. അപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കാത്തവരെ കാര്യമാണ് കേട്ടോ പറയണത്. അപ്പോൾ അതൊക്കെ ശുഭകരമായിട്ട് വരും എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു യാത്ര പോകുകയാണ്. ആ പോകുന്നതിന് മുൻപേ ആ യാത്രയൊക്കെ നന്നായി തന്നെ തിരിപ്പോയിട്ട് അപകടമൊന്നും കൂടാതെ തിരിച്ചു വരാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് ഒരു നാളികേരം ഉടയ്ക്കുക. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുകയാണ്. ജോലിക്ക് പോകുന്നതിൻ്റെ ആദ്യത്തെ ദിവസം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ അന്നൊക്കെ ഇതേപോലെ നാളികേരമൊക്കെ ഉടച്ച് പോകുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഗണപതിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടതെന്ന് പറയാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ കറുക കൊണ്ടുപോയിട്ട് ഗണപതിക്ക് സമർപ്പിക്കും. അതിൻ്റെ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനലാസുരനെ ഗണപതി വിഴുങ്ങിയ സമയത്ത് ശരീരത്തിലെ ആ ചൂട് ശമിപ്പിക്കാനായിട്ട് ഋഷിമാരെ കറുകയാണ് കൊണ്ടുവന്നിട്ട് ഗണപതിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടു കൊടുത്താൽ തണുപ്പിക്കുകയും ചെയ്യുക. സുഖം നൽകിയത് കറുകയാണല്ലോ. അതുകൊണ്ട് കറുക സമർപ്പിച്ചു കഴിഞ്ഞാൽ 21 സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയായിട്ട് കെട്ടിയിട്ട് സമർപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നതാണ് പറയുക. അപ്പോൾ തടസ്സങ്ങൾ നീക്കുക എന്നതിലുപരി കാര്യസാധ്യത്തിനും വേണ്ടി കറുകയൊക്കെ സമർപ്പിക്കുക. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ ഓരോ ഗണപതി ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രങ്ങളിലെ ഗണപതി ഉപദേവതനായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും വഴിപാടുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒറ്റയപ്പം പോലുള്ള വഴിപാടുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ അങ്ങനെ വിശേഷപ്പെട്ട വല്ല വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഗണപതിനെയാണ് തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് പ്രീതിപ്പെടുത്തേണ്ടത്.